തുടക്കത്തിൽ മുകേഷിന്റെ ഒരു ആധിപത്യം അവിടെ കണ്ടിരുന്നു, ചില ഉയർച്ചകൾ കണ്ടിരുന്നു. വടകരയിലേക്ക് വരുമ്പോൾ 252 വോട്ടിന് കെ ശൈലജ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് കൊല്ലത്തേക്ക് തന്നെ വന്നാൽ കൊല്ലത്ത് ഇപ്പോൾ ഒരു ആധിപത്യം UDF വ്യക്തമായി കാണിക്കുകയാണ്. ഒരു മുകേഷിന്റെ ഗ്ലാമർ അല്പം മങ്ങിയോ എന്നൊരു സംശയം. അദ്ദേഹം MLA ആണ്, MP ആയി മത്സരിക്കുന്നു. എന്തായാലും അദ്ദേഹം വലിയ ഇളക്കി മറിച്ചൊരു പ്രചാരണമൊക്കെ നടത്തി. പക്ഷേ പ്രേമചന്ദ്രന്റെ ഒരു ആധിപത്യം, RSPയുടെ ആധിപത്യം, UDFന്റെ ആധിപത്യം അവിടെ ഇളക്കാൻ കഴിയുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്ക് NDAയിലേക്ക് വരാം. NDA 302, നേരത്തെ നിതിൻ സൂചിപ്പിച്ച പോലെ കേവല ഭൂരിപക്ഷം എന്നത് ഉറപ്പിക്കുമെന്നുള്ള സാധ്യതകളിലേക്കാണ് പോകുന്നത്. ഇന്ത്യ മുന്നണി 170ലേക്ക് നിൽക്കുന്നു, ഒപ്പം മറ്റുള്ളവർ 19. നമുക്ക് കേരളത്തിൽ വിശദമായി എത്താം. LDF 7-13. തൃശ്ശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, തൃശ്ശൂരാണ് ഏറ്റവും വലിയ പ്രത്യേകതയുള്ള മണ്ഡലങ്ങൾ. താമര വിരിയുമോ എന്ന് കേരളം മുഴുവൻ, രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൃശ്ശൂർ. എങ്ങനെയാണ് അവിടുത്തെ ട്രെൻഡ്, എങ്ങനെയാണ് എത്രത്തോളമായി വോട്ടെണ്ണൽ, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ അനീഷ് ആന്റണി?